ദുരന്തങ്ങൾ പലതും അവിചാരിതമായിട്ടാണ് ഉണ്ടാകുന്നത്. അത് അപ്രതീക്ഷിതമായി ആളുകളെ ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്തരം ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? ഇത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമല്ല എന്ന് മാത്രമല്ല, മനുഷ്യ ചരിത്രം തുടങ്ങിയത് മുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖമുണ്ടായത്? ബൈബിളിലെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ ഉൽപ്പത്തി പുസ്തകം, ജെനിസിസ് എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ എഴുതപ്പെട്ടതിൽ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമല്ല എന്നാണ് കരുതുന്നത്. കരുതുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം, അത് പദ്യ രൂപത്തിലുള്ള, അതായത് വായ്മൊഴിയായിട്ട് വന്ന അതാണ് ഇയ്യോബിൻ്റെ പുസ്തകം. അതാണ് ആദ്യത്തെ പുസ്തകം എന്ന് കരുതപ്പെടുന്നു. ആ പുസ്തകം മുഴുവൻ ഈ ഒരു തീമാണ്. അതായത് ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നു, അയാളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ആ ദുരന്തം ഉണ്ടായത് എന്ന് പല ആളുകളും ചോദിക്കുന്നു, അയാൾ തന്നെ ചോദിക്കുന്നു. ആ പുസ്തകത്തിൻ്റെ അവസാനവും ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ല. അപ്പം അതിൻ്റെ അർത്ഥം ദുരന്തങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ ദുഃഖം, കഷ്ടത, പ്രയാസം, ഇതൊക്കെ അവിഭാജ്യ ഘടകമാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും ഉണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ, അവർക്കൊരു കുഴപ്പമില്ലല്ലോ, അവർ നല്ല സുഖമായിട്ടാണല്ലോ ജീവിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ കണ്ടാൽ നല്ല പുഷ്ടിയായിട്ടിരിക്കുന്നു, പൈസയുണ്ട്, സൗന്ദര്യമുണ്ട്, പണമുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷേ അവരെ അടുത്തറിയുമ്പോഴേ അവരുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അറിയുകയുള്ളൂ. അപ്പോൾ ഈ ദുഃഖമനുഭവിക്കുക, ദുരന്തങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സാർവലൗകികമായ ഒരു കാര്യമാണ്. അത് എല്ലാ മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അത് എങ്ങനെ തുടങ്ങി എന്നാണെങ്കിൽ അതിന് ബൈബിൾ വിശദീകരണം നൽകുന്നുണ്ട്. എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും രോഗവും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. മനുഷ്യൻ ദൈവവുമായിട്ട് അകന്നുപോയതാണ് അതിൻ്റെ കാരണം. പക്ഷേ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ദുരന്തങ്ങളും മനുഷ്യൻ്റെ ലോജിക്കിന്, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും, ഒരു വലിയ തെറ്റ് ചെയ്ത ഒരാൾക്ക് വലിയ കഷ്ടപ്പാടുണ്ടാകുന്നില്ല, ഒരുമാതിരി നന്നായി ജീവിച്ച ആൾക്ക് വലിയ കഷ്ടപ്പാടുണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് ആനുപാതികമായിട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ ഉണ്ടായി, ഇയാൾക്ക് ഇങ്ങനെ ഉണ്ടായില്ല എന്ന് നമുക്ക് തോന്നും. ആ ഒരു പ്രശ്നത്തിന് നമുക്ക് ഒരു ഉത്തരവും ഇല്ല. അത് എല്ലാവർക്കും ഉള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതം കഷ്ടപ്പെടാനുള്ളതാണ് എന്ന് തന്നെ ബൈബിളിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ പറയേണ്ട കാര്യമില്ല, മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അനുഭവമാണ്. പിന്നെ വേറൊരു സംഗതി, അതും ബൈബിൾ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്. അത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ താൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ യാതൊരു തെറ്റും ചെയ്യാത്തൊരു ജീവിതമായിരുന്നു തൻ്റേത്. പാപമില്ലാത്ത ജീവിതം നയിച്ച ആളാണ് യേശുക്രിസ്തു. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലുടനീളം രോഗവും പട്ടിണിയും ഇല്ലായ്മയും ബുദ്ധിമുട്ടും വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൽ തൻ്റെ കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് തന്നെ തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും അവിടെ ഉണ്ടായ കഷ്ടപ്പാടുകളെക്കുറിച്ചുമാണ് പറയുന്നത്. അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ താൻ ജീവിതത്തിൽ ഉടനീളം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. എന്നിട്ട് അവസാനം താൻ ക്രൂശിൽ മരിക്കുന്ന സമയത്തും അതിനു മുമ്പും അതികഠിനമായ വേദനയിൽ കൂടെ കടന്നുപോയി. അപ്പോൾ ഇതിനും നമുക്ക് ഒന്നും ഒരു ഉത്തരവ് നല്ലത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. പിന്നെ ചില ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഈ ഒരു വിമാന അപകടമുണ്ടായി. അഹമ്മദാബാദിലൊരു വിമാന അപകടമുണ്ടായി. 260-290 പേര് മരിച്ചു. ദുഃഖമുണ്ട്. നമുക്ക് ആ വാർത്ത വായിച്ച് നമ്മളെല്ലാവരും ദുഃഖിച്ചു, അല്ലേ? അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. അവരോട് നമുക്ക് സഹതാപവും
ഉണ്ട്. പല ആളുകളും വളരെ പ്രതീക്ഷയിൽ പല കാര്യങ്ങൾ ചെയ്യാൻ ആണ് UK പോയത്. പലരും പല പുതിയ സംരംഭം തുടങ്ങിയായിരുന്നു, വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. എന്തുകൊണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി എന്ന് അവരുടെ കുടുംബാംഗങ്ങൾ ചിന്തിക്കും. പക്ഷേ അന്നേരം തന്നെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം. നമ്മൾ സാധാരണ ആ സമയത്ത് ചിന്തിക്കാറില്ല. എന്നാലും ഒരു ദിവസം നമ്മുടെ രാജ്യത്ത് 26,000 തൊട്ട് 29,000 ആളുകൾ വരെ ഒരു ദിവസം ആവറേജ് മരിക്കുന്നുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ എത്ര ആളുകൾ മരിക്കുന്നുണ്ട്. അതൊന്നും ഹെഡ്ലൈൻ ആകുന്നില്ല. ഓക്കെ. എന്നാൽ വിമാന അപകടം ഒരു ഹെഡ്ലൈനായി. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ആ വിമാന അപകടം എന്ന് പറയുന്നത് ഒരു മീഡിയ അറ്റൻഷൻ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതിൻ്റെ കാരണം അതിൽ യാത്ര ചെയ്യുന്ന ആളുകളെല്ലാവരും ഒരുമിച്ച് ഒരേ വിധത്തിലാണ് മരിച്ചത്. അതിൽ രാഷ്ട്രീയക്കാരും സമ്പന്നരായ ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ വിമാന വ്യവസായം എന്ന് പറയുന്നത് അതൊരു വലിയ സംഗതിയാണ്. ബോയിങ് കമ്പനി ഒരു വലിയ കമ്പനിയാണ്. പിന്നെ മാത്രമല്ല ലോകത്തെ ഏറ്റവും അപകടം കുറഞ്ഞ യാത്രാ രീതിയാണ് വ്യോമയാത്ര. നമ്മൾ നടന്നു പോകുന്നവർ മരിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ അവർക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. തെളിവുകളുണ്ട്. കാരണം യാത്ര ചെയ്യുന്ന ആളുകളും അപകടത്തിൽപ്പെടുന്ന ആളുകളുമായിട്ട് കമ്പയർ ചെയ്താൽ വിമാന യാത്രയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു അപകടം ഉണ്ടായി. അപ്പോൾ അതൊരു വലിയ വാർത്തയാണ്. എന്നാൽ സാധാരണ മരിക്കുന്ന ആളുകൾ വാർത്തയാകുന്നില്ല. പക്ഷേ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ദിവസം മരിച്ച 290 പേര് എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു ദിവസം ഇന്ത്യയിൽ മരിക്കുന്നതിൻ്റെ 100% അപകടത്തിൽ മരിച്ചുള്ളൂ. ഞാനീ പറഞ്ഞത് അത് ചെറിയ കാര്യമാണെന്നോ നിസ്സാരവൽക്കരിക്കണമെന്നോ അല്ല പറഞ്ഞു. മറിച്ച് ഇത്രയധികം ആളുകൾ എല്ലാ ദിവസവും പലതരത്തിൽ മരിക്കുന്നുണ്ട്. അവരും ദുഃഖിക്കുന്നില്ലേ? അവരുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നില്ലേ? അപ്പോൾ ഓൺലി ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്തു? 29,000 പേരെ എല്ലാ ദിവസവും മരിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നില്ല. ഈ ഒരു പ്രത്യേക ദുരന്തം അതിന് മാത്രമേ നമ്മൾ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുള്ളൂ. ഈ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നത് ആരാ? ചോദിക്കാനുള്ള അധികാരം ആർക്കാ? ഒരു ഓഫീസിലാണെങ്കിൽ എൻ്റെ അധികാരികൾക്കാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഉടനെ അയാൾ വിളിച്ച് എൻ്റെ കീഴ് ജീവനക്കാരനെ വിളിച്ച് എക്സ്പ്ലനേഷൻ ചോദിക്കും, എന്തുകൊണ്ട് ഇതുണ്ടായി. കീഴ് ജീവനക്കാരന് ആ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നമ്മൾ ആരോടെ ഈ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് ഇതുണ്ടായെന്ന് നമ്മൾ ചോദിക്കും. നമ്മൾ ആരോടെ ചോദിക്കുന്നത്? അപ്പോൾ പലരും അതിന് പല തരത്തിലുള്ള ഉത്തരം പറയും. പക്ഷേ ഒരു കാര്യം, ദൈവവിശ്വാസികളായ ആളുകൾ അവർ ഈ കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ചോദിക്കുന്നത് ദൈവത്തോടാണ്. ദൈവമേ നീ എന്തുകൊണ്ടിത് അനുവദിച്ചു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നല്ല സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചോദിക്കുക ദൈവം എന്തുകൊണ്ട് അനുവദിച്ചത് നമ്മൾ ചോദിക്കാറില്ല. ദാറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ദൈവം നമുക്ക് നന്മ ചെയ്യേണ്ടവനാണ് എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു. അതിനൊരു മുടക്കം വരുമ്പോൾ എന്തുകൊണ്ട് നീ ഇത് ചെയ്തു എന്ന ഒരു ചോദ്യം ചോദിക്കാൻ നമുക്ക് വാസ്തവത്തിൽ അർഹതയുണ്ടോ? ദൈവമാണെങ്കിൽ ദൈവത്തെ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ആരും തന്നെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. അതാണ് സർവാധിപതിയായ ദൈവം. എന്നിരിക്കെ ഇത് ശരിയാണെങ്കിലും ദൈവം അനീതിയായി തെറ്റായി ഒന്നും ചെയ്യുകയുമില്ല. ദൈവം നീതിമാനാണ്. ദൈവം നല്ലവനാണ്. ഇൻട്രിൻസിക്കലി ഗോഡ് ഈസ് ഗുഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇതൊരു അറിവല്ല, ഇതൊരു വിശ്വാസമാണ്. പലരും പറയും നിങ്ങളുടെ വിശ്വാസം. അതെ, അതൊരു വിശ്വാസമാണ്. എന്താണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ? അറിഞ്ഞുകൂടാ, പക്ഷേ എന്നാലും വിശ്വാസമാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് തൻ്റെ അപ്പൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയാമോ? ചെറിയ കുട്ടിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അവനപ്പനെ വിശ്വാസമാണ്.
അപ്പം അവന് ദോഷമായിട്ടൊന്നും ചെയ്യലെന്നുള്ളതൊരു വിശ്വാസമാണ്. അത് തന്നെയാണ് ഇവിടെ. ദൈവം നല്ലവനാണ്, ദൈവത്തിനെല്ലാം ചെയ്യുവാനുള്ള അധികാരവുമുണ്ട്. ഇതിനോടൊപ്പം ദൈവത്തിലും ദൈവത്തിൻ്റെ നന്മയിലുമുള്ള വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയെന്ന് വരികയില്ല, പക്ഷേ ഈ പ്രശ്നങ്ങളുടെ നടുവിലെല്ലാം നമുക്കൊരു ആശ്വാസം കിട്ടും. തീർച്ചയായും അതേ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ.